ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഫണ്ടമെന്റൽ അനാലിസിസ്, അതായത് ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് എല്ലാവരും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, ഒരു സാധാരണക്കാരന്റെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ വലിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പോയി പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം എന്നല്ലാതെ അതുള്ളവർക്കായിട്ട് പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടാറ്റ മോട്ടോഴ്സ് നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഒരു കമ്പനിയെ കുറിച്ച് നോക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും അത്രയും തറവായിട്ട് ചെയ്യണം. പക്ഷെ ഞാൻ അത്രയും തറവായിട്ട് ഇവിടെ ഈ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് പറയാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഫോക്കസ് ഈ കോഴ്സിൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചാണ് നമ്മുടെ മെയിൻ ഫോക്കസ്, അല്ലെ? അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. കാരണം അതൊരു ഒരു ഒരു സാധാരണക്കാരൻ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നതിന് മുൻപ്, പ്രത്യേകിച്ചും ഒരു സ്വിംഗ് ട്രേഡ്സ് ഒക്കെ ഈ ഇൻട്രാഡേക്ക് അത്ര വലിയ പ്രശ്നമില്ല. കാരണം ഒരു ദിവസത്തെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റലില് ബന്ധപ്പെട്ട് വരില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുന്നത്, ഒരു ഏണിംഗ് റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നത് ഇൻട്രാഡേ തന്നെ അഫക്ട് ചെയ്യും. അത് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നത്, അല്ലെ? അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള നമ്മൾ ഇച്ചിരി ഡെലിവറി ട്രേഡ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നല്ലതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം കാര്യങ്ങളെ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിന്റെ ടെക്നിക്കൽ ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നില്ല. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അധികം ടെക്നിക്കൽ ടേംസ് ഇവിടെ പറയുന്നില്ല. പറഞ്ഞാൽ തന്നെ ആ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് ഗൂഗിളിലോ ഇൻവെസ്റ്റ്പീഡിയയിലോ നോക്കിയാൽ മതി. കാരണം നമ്മുടെ ഫോക്കസ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ കോഴ്സിൽ തന്നെയാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒരു സാധാരണക്കാരന് ജസ്റ്റ് ഒന്ന് മിനിമം നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക, നോക്കുക. പിന്നെ അതിനേക്കാളും കൂടുതൽ ഫണ്ടമെന്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരാൾക്ക് അറിയേണ്ട, ഒരു സാധാരണക്കാരന് ഒരു കമ്പനിയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു വെബ് പ്ലാറ്റ്ഫോം ആണ്. മൊബൈലിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് മൊബൈലിൽ നോക്കിയാലും ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്താൽ മതി ഏത് കമ്പനിയാണ് വേണ്ടതെന്നുള്ള. ഓക്കെ, നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് ടാറ്റ മോട്ടോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യമായിട്ട് ഈ കമ്പനി എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ എബൌട്ട് ഈ കമ്പനിയെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ നമ്മൾ അറിയാത്ത ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലേ. അപ്പൊ എന്താണ് കമ്പനി എന്നാന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും. ഈ സ്ക്രീനർ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ശരിക്കും ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ നല്ലൊരു ആപ്പാണ്, നല്ലൊരു വെബ് പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ഒരു ബേസിക്സ് നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് കമ്പനി, അതിന്റെ കീ പോയിന്റ്സും ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. അതിനുശേഷം ഇതിന്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലേമാന് ഞാൻ പ്രധാനമായിട്ടെന്ന് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കാറുണ്ട്. പക്ഷെ ഒരു ബിഗിനർക്ക്, ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക. സ്മോൾ മിഡ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ആണോ, ഏത് രീതിയിലാണെന്ന് നോക്കുക. അതിന്റെ കറന്റ് പ്രൈസ് ആൻഡ് ബുക്ക് വാല്യൂ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അപ്പോൾ ഇത് ഏകദേശം 4 മടങ്ങ് ഇരട്ടിയിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുക്ക് വാല്യൂവിനേക്കാളും. ഇതും ഓരോ കമ്പനിക്ക് അല്ലെങ്കിൽ ഓരോ സെക്ടറിനനുസരിച്ച് ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂലൊക്കെ വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒത്തിരി നേരത്തോളം ഡിബേറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ROCE അല്ലെങ്കിൽ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഇതൊക്കെ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് അതിന്റെ റവന്യൂ, അതിന്റെ പ്രോഫിറ്റും, ഈ സാധനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കമ്പനിയെ നോക്കേണ്ടത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും, കമ്പനിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. ബാക്കിയുള്ള ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അത് നല്ലതാണോ ചീത്തയാണോ, അതിന്റെ എത്ര ലെവലാണ്, ആവറേജ് റേഞ്ച്, ഏറ്റവും നല്ലതാണെന്ന് പറയുന്ന റേഞ്ച് എന്താണ്, അത് ഓരോ സെക്ടറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ അത് തന്നെ വേറൊരു സെറ്റ് ഓഫ് വീഡിയോസ് ആയിട്ട് ഇറക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അല്ലാതെ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാനായിട്ട് ഈ ROCEയും അല്ലെങ്കിൽ ROEയിലോട്ട് പോകുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടല്ലേ, ബുക്ക് വാല്യൂ എന്താണെന്ന് നേരത്തെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അല്ലെ? അപ്പോൾ ആ ഒരു മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡെറ്റ് ടു ഇക്വിറ്റി, അല്ലെ? ഡെറ്റ് ടു ഇക്വിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് നോക്കുക, ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത്. ഓക്കെ, അത് നമുക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് നോക്കാനായിട്ട് റിട്ടേൺ ഓവർ ലാസ്റ്റ് 3 മന്തിലെ റിട്ടേൺ നോക്കുക, ലാസ്റ്റ് 6 മന്തിലെ റിട്ടേൺ നോക്കുക, ലാസ്റ്റ് 1 ഇയറിലെ റിട്ടേൺ നോക്കുക.
അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, ഈ ഒരു ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ്, പ്രീവിയസ് ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ്, അതിന് മുൻപത്തെ 2 ക്വാർട്ടർ പുറകിലത്തെ നെറ്റ് പ്രോഫിറ്റ്, 3 ക്വാർട്ടർ പുറകിലെ, 3 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 ക്വാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇയർ ഓൺ ഇയർ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ക്വാർട്ടർ 3 ആണ് നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് റിസൾട്ട് ലാസ്റ്റത്തെ ക്വാർട്ടറിലെ റിസൾട്ട് വന്നിരിക്കുന്നത് ക്വാർട്ടർ 3 ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ 3 പ്രോഫിറ്റ് നമുക്ക് അത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നോക്കി പോകുന്ന സംഭവമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇപ്പോഴത്തെയും 3 വർഷത്തെയും അല്ലെങ്കിൽ 5 വർഷത്തെയും നമുക്ക് ജസ്റ്റ് നോക്കി പോകാവുന്നതാണ്. പിന്നെ നമുക്ക് സെയിൽസും പ്രോഫിറ്റ് എല്ലാം ഉണ്ട്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് പ്രോഫിറ്റ് എല്ലാം നമുക്ക് നോക്കാം. നമുക്ക് താഴേക്ക് വരുമ്പോൾ നോക്കിപ്പോ. ഓക്കെ, നമ്മൾ പ്രൈസ് ചാർട്ട് നമ്മൾ ഏതായാലും നോക്കാം, ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്നുണ്ട്. കാരണം ഇത് അത്ര വലിയൊരു ഇൻഫർമേഷൻ, നമുക്കൊരു ബേസിക് ഒരു ഐഡിയ, ഒരു ട്രെൻഡിനെ കുറിച്ച് തരുന്നുണ്ട്. ഈ 2 ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ഓൺ നോക്കാം. ഇത് നമ്മുടെ 50 DMA മൂവിംഗ് ആവറേജ് ആണ്, ഇത് 200 മൂവിംഗ് ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ലൈൻ ചാർട്ട് എന്നുള്ളൂ, നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഓപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്, 5 വർഷത്തെ, 10 വർഷത്തെ, അല്ലെങ്കിൽ 1 വർഷത്തെ, 6 മാസത്തെ, 1 മാസത്തെ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാന്നേ ഉള്ളൂ നോക്കി പോകുന്ന കൂട്ടത്തില്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കി ഇവിടുത്തെ 2 പ്രോസും കോൺസും ഉണ്ട്. അതായത് ഈ കമ്പനിയെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു പ്രോസ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മെഷീൻ ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇതുണ്ട്, പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിയാൽ ഇപ്പൊ ഈ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് 3.15 ടൈംസ് ഓഫ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴേക്ക് വന്നാൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് പിയർ കമ്പാരിസൺ. അതായത് ഈ ടാറ്റ മോട്ടോഴ്സ് പോലെ ഓട്ടോമൊബൈൽസ് ചെയ്യുന്ന അവരുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് മെയിൻ ആയിട്ട് മാർക്കറ്റ് ക്യാപ്പ് ഞാൻ നോക്കാറുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിന്റെ നെറ്റ് പ്രോഫിറ്റ്, ലാസ്റ്റ് ക്വാർട്ടറിന്റെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും. ഓക്കെ, നെറ്റ് സെയിൽസ് നോക്കുക. ഈ ഒരു ക്വാർട്ടറിന്റെ ലാസ്റ്റത്തെ ക്വാർട്ടറിന് മാത്രം നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും ഉണ്ട്. പിന്നെ നമ്മുടെ ഇയർ ഓൺ ഇയർ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറിലെ സെയിൽസും നമ്മൾ നോക്കുക. അപ്പോൾ ഇതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഓക്കെ, ഇതും EPS അത്ര ഞാൻ നോക്കാറില്ല. ഏണിംഗ് പെർ ഷെയറും ഇത് അത്ര നോക്കാറില്ല. മീൻസ് ആസ് എ ബിഗിനർ, ഫോർ എ ബിഗിനർ അത്ര ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇത് നോക്കിയിരുന്നാൽ നല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തോരം നമുക്കറിയാമോ അത്രയും നല്ലതാണ്. ഇതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പക്ഷെ ആസ് എ ബിഗിനർ, ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങൾ, ഇത് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ മുൻപ് പറഞ്ഞതൊക്കെ. ഓക്കെ, അതിനുശേഷം ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് ഘട്ടത്തിലോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണ്. നമ്മളിപ്പം ക്വാർട്ടറിൽ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും, ഇയർലി നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് കമ്പനിയെ കുറിച്ച്, അല്ലെങ്കിൽ ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും അത്യാവശ്യം, ഒരു കമ്പനി എന്ന് പറയുന്നത് എല്ലാം ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനികൾ, അല്ലെങ്കിൽ അല്ലാത്ത എല്ലാം പൊതുവെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണല്ലോ ഒരു ബിസിനസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടതും അവരുടെ റവന്യൂ എത്രയുണ്ട്, അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് എത്ര കിട്ടുന്നുണ്ട്, ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നോക്കുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറിന്റെ ഇപ്പൊ സെയിൽസ്, ഇവിടെ റവന്യൂ നോക്കിയാല് ലാസ്റ്റ് ക്വാർട്ടറിന്റെ ഒരു റവന്യൂ ഇവിടെ നോക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അതിന് തൊട്ട് മുൻപത്തെ 3 അതായത് ഇതിപ്പോൾ ജൂൺ 2022 ആണ്. അപ്പോൾ അതിന് മുൻപത്തെ മാർച്ച് 2022 നോക്കുക, ഡിസംബർ 2021 നോക്കുക, സെപ്റ്റംബർ 2021 നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ അല്ലെ, അതുപോലെ ഈ ജൂൺ 2022 ആണെങ്കിൽ അടുത്ത ജൂൺ 2021 നോക്കുക. അതുപോലെ തന്നെ ജൂൺ 2020 ഒരു ക്വാർട്ടർ, ഒരു ഇയറും കൂടെ പുറകോട്ട് നോക്കാൻ പറ്റിയ അത്രയും നല്ലത്. അതിനു മുൻപത്തെ ഒന്നും കൂടെ, അത് നമുക്ക് ഒരു പാറ്റേൺ കിട്ടും അല്ലെ, ജൂൺ 2019. അപ്പോൾ ജൂൺ 2019, 20, 21, 22. അപ്പോൾ ഇത് നമുക്കൊരു മൊത്തത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഓവറോൾ ഐഡിയ കിട്ടും അല്ലെ, അതായത് ഇതിന്റെ ഒരു റവന്യൂ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ നേരെ നോക്കുന്നത് ഈ ഒരു റവന്യൂ ആദ്യം നോക്കി കഴിഞ്ഞാല് പിന്നെ നേരെ നോക്കുന്നത് അതിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. അതും അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടർ നോക്കിയാൽ അതിന് മുന്നിലത്തെ ഒരു 3 ക്വാർട്ടർ നോക്കും, പിന്നെ അതിന് മുന്നിലത്തെ ഇയർ ഓൺ ഇയർ എന്നുള്ള രീതിയിൽ ഇത് നോക്കും. അപ്പൊ നെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുപ്പിച്ചുള്ള ഈ കാര്യങ്ങൾ ഈ 5 ക്വാർട്ടറിന്റെ ഇങ്ങനെ തന്നെ വരും അല്ലെ. അതിനുശേഷം പിന്നെയുള്ളത് ഈ പറയുന്ന ഇയർ ഓൺ ഇയർ എന്ന് പറയുമ്പോൾ ജൂൺ 2021, അപ്പൊ അതുപോലെ ജൂൺ 2020, ജൂൺ 2019 എന്നുള്ള പുറകിലോട്ട് ഇയർ വൈസും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം അടുത്ത് അതുപോലെ തന്നെ അതിന്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കും.
നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ജസ്റ്റ് നെറ്റ് പ്രോഫിറ്റും ഈ റവന്യൂ നോക്കിയിട്ട് പോകാനല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത് ഒരു റവന്യൂ ഇപ്പൊ നോക്കിപ്പോയാൽ ഒരു ഫ്ലോയിൽ അതിൽ നമുക്ക് ഈ എമൗണ്ടുകൾ മനസ്സിലായി അല്ലെ. ഈ ഓരോ ഇപ്പം ഇവിടെ പറഞ്ഞാൽ 88, പിന്നെ 66, 61, 72, 78, 71 എന്ന് പറയുന്ന ചെറിയൊരു വേരിയേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റീജിയൻ നോക്കുക. ഇവിടെ ഇപ്പൊ ലോസ് ആണ് കേട്ടോ, നെഗറ്റീവിലാണ് ഇപ്പൊ കിടക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ എല്ലാം ഈ അടുത്ത സമയങ്ങളിലെല്ലാം കിടക്കുന്ന എല്ലാം നെഗറ്റീവിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ ലോസ് ആണ് ശരിക്കും പറഞ്ഞാല് 7,585 കോടി എന്ന് പറയുന്നത് ഇപ്പൊ ലോസ് ആണ് ശരിക്കും. ഓക്കെ, മൈനസ് കിടക്കുന്ന കാരണം അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ട് 4,450 ആയിട്ടുണ്ട്, 4,416 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത 61 72 കോടിയിലോട്ട് അല്ലെങ്കിൽ 72,000 കോടിയിലോട്ട് കൂടിയപ്പം അവരുടെ പ്രോഫിറ്റ് പിന്നെ അവിടുന്ന് കൂടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് 4,416 1,451 ആയിട്ടുണ്ട്, അവിടുന്ന് വെറും 992 ആയിട്ടുണ്ട് അല്ലെ. മാർച്ച് 2022 ആയപ്പോഴത്തേക്കും ഇവിടെ സെയിൽസ് നന്നായിട്ട് കൂടി 78,000 കോടി ആയപ്പോഴത്തേക്കും അവരുടെ നഷ്ടം കുറഞ്ഞ് 992 ആയി. പിന്നെ നോക്കുമ്പോൾ അടുത്ത് നോക്കിയാലും 71 കോടിയാണ് അല്ലെ, 71,000 കോടിയാണ്. ഇവിടെ ആണെങ്കിലും വലിയ വ്യത്യാസം കാണുന്നില്ല. ഈ പറയുന്ന 61, 72, 78, 71 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ലോസ് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വൻ ഒരു ലോസ്, ആ ഒരു ഹൈ ലോസ് 4,951. അതായത് ഈ 78,000 നിന്ന് 71,000 കുറച്ച് റവന്യൂ കുറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു ലോസിന്റെ ഇത് കണ്ടോ, വെറും 992 നിന്ന് 4,951 ആയിട്ട് കൂടി, ഏകദേശം ഒരു 5 മടങ്ങായിട്ട് അത് കൂടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോകുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതിന് നമ്മൾ വേറെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കൊന്നും വേണ്ട, ഒരു സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴാണ് ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. അതായത് ഇവിടെ കാണുന്ന ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ. കാരണം ഇതിലെ ഏതെങ്കിലും ഒരു കാരണമാകാം അതിൽ ഒരു വേരിയേഷൻ വരാനുള്ള കാരണം. അപ്പോൾ അത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇപ്പൊ അത് എക്സ്പെൻസ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആവാം. അതുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ കാണാം. അല്ലാതെ തന്നെ നമുക്ക് വേറെ അതർ ഇൻകം ആയിരിക്കാം, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ഈവൻ ടാക്സും ആവാം. ടാക്സ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ അതും നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യും, അതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അഫക്ട് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് ഇതെല്ലാം അഫക്ട് ചെയ്യും അല്ലെ. അപ്പോൾ ഏതിലാണ് വേരിയേഷൻ നമുക്ക് അറിയാനായിട്ട് ആദ്യം നമ്മൾ റവന്യൂ, പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് നോക്കുക, അതിൽ വരുന്ന വേരിയേഷൻ നമ്മൾ ഇവിടെ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇതിൽ മൊത്തം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്, കാരണം ഇവിടെ നോക്കിയാലേ ഈ പറയുന്ന എക്സ്പെൻസ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 4,117, അവിടുന്ന് 7,000, 8,000 വന്നിട്ട് പെട്ടെന്ന് 2,413 ഒരു കുറവ് കണ്ടു. അത് പേഴ്സൻറ്റേജ് വൈസിൽ നോക്കിയാൽ ഇവിടെ 7%, 10%. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ മതി, 7%, 10%, 11% ആയിരുന്നിട്ട് പെട്ടെന്ന് 3% ഒരു കുറവ് വന്നു. അപ്പോൾ അതാണ് ഇവിടെ ഒരു വേരിയേഷൻ വന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ന്യൂസുകൾ അല്ലെങ്കിൽ ഫർദർ റിസർച്ച് ചെയ്യേണ്ടി വരും. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ച കമ്പനിയിൽ എന്നുള്ളത് നമ്മൾ വേറെ റിസർച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താണ് ഈ പ്രോഫിറ്റിന് ഒരു വ്യത്യാസം വന്നേ എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇനിഷ്യൽ അനാലിസിസ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇതുപോലെ തന്നെ ഇത് നമ്മൾ ക്വാർട്ടർലി ആണ് നോക്കുന്നത് അല്ലെ, ക്വാർട്ടർലി റിസൾട്ട് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇയർലി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് അതുപോലെ തന്നെ മാർച്ച് 2022, മാർച്ച് 2021, മാർച്ച് 2020, ഇത് ഒരു 3 വർഷം മിനിമം, ഒരു ഇനിഷ്യലി ഒരു 3 വർഷം നോക്കുകയാണെങ്കിൽ നല്ലത്. അതിനുശേഷം പുറകോട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലത്. അത് നമുക്ക് മൊത്തത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുവാനായിട്ട് അത് നമുക്ക് ഉപകാരപ്പെടും. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഇപ്പം ETTM അല്ലെങ്കിൽ ട്രെയിലിംഗ് 12 months എന്ന് പറയുന്ന ഇത് ലാസ്റ്റത്തെ ഇപ്പൊ നിൽക്കുന്ന സമയത്ത് നിന്ന് പുറകിലോട്ടുള്ള ഒരു 12 മാസത്തെ റിസൾട്ട് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ സെയിം അപ്ലൈ ചെയ്യുന്ന എങ്ങനെ തന്നെയാണ് ഈ പറയുന്ന സെയിൽസും അതിന്റെ പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും നോക്കുക. നെറ്റ് പ്രോഫിറ്റിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ അതുകൂടെ EPS, ഏർണിംഗ് പെർ ഷെയർ, ഇവിടെ ഞാൻ അധികം നോക്കാറില്ല, കാരണം ഇത് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദിസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് കണ്ടിട്ട് പിന്നെ EPS നോക്കേണ്ട കാര്യമില്ല. EPS നോക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് നോക്കേണ്ടവർക്ക് അത് നോക്കാവുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യം നോക്കിയിരിക്കേണ്ടത് ഈ പറയുന്ന കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു സെയിൽസ് ഗ്രോത്തിന്റെ അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് നോക്കേണ്ടത്. സെയിൽസ് നോക്കേണ്ടതാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് നോക്കേണ്ടതാണ്. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കണം, കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കണം. ഓക്കെ, അത് 10 വർഷത്തെ, 5 വർഷത്തെ, 3 വർഷത്തെ
പിന്നെ TTM ട്രെയിലിംഗ് 12 മന്ത്സിൽ അവസാനത്തെ ഇപ്പൊ നിൽക്കുന്നതിന് പുറകിലോട്ടുള്ള 12 മാസത്തെ. ഓക്കെ, അപ്പോൾ ഇത് സെയിൽസിന്റെ നോക്കുക, പ്രോഫിറ്റിന്റെ നോക്കുക, അതുപോലെ തന്നെ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന 10 കൊല്ലത്തെ, 5 കൊല്ലത്തെ, 3 കൊല്ലത്തെ, അവസാനത്തെ 1 കൊല്ലത്തെ, ഈ രീതിയിൽ നമ്മൾ നോക്കണ്ട. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് ബാലൻസ് ഷീറ്റിലാണെങ്കിലും ഈ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് നോക്കേണ്ടതാണ്. വിട്ടുകളയും പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഈ പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ നോക്കുക, റിസർവ് നോക്കേണ്ടതാണ്, ബോറോയിങ്സ്, അതർ ലയബിലിറ്റീസ്, കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. ഇത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള അവസാനത്തെ 3 വർഷത്തെയെങ്കിലും നോക്കുക. അതായത് ഇത് അപ്പൊ അവസാനത്തെ 3 വർഷത്തെ, പിന്നെ അതിന്റെ പുറകിലോട്ട് നോക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അവസാനത്തെ 4 വർഷമോ അല്ലെങ്കിൽ അവസാനത്തെ 5 വർഷം കൂട്ടി കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഒരു മിനിമം 3 വർഷത്തെങ്കിലും നോക്കുക. അവസാനത്തെ 3 വർഷത്തെങ്കിലും ഇവിടെ നോക്കുക. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഈ നമ്പേഴ്സ് എല്ലാം നോക്കുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ഇതെല്ലാം നോക്കുക. പിന്നെ നമ്മൾ താഴത്തോട്ട് ഈ പറയുന്ന ഫിക്സഡ് അസറ്റ്സ്, CWIP ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് നോക്കുക, അതർ അസറ്റ്സ്. ഇതിലുള്ള ഇത് കൂടുതലും കുറയുന്നതല്ല. ഇത് അത്യാവശ്യം ഇത് ഇൻവെസ്റ്റ്മെന്റും അസറ്റ്സും അല്ലെങ്കിൽ ബോറോയിങ്സും ഇതെല്ലാം നമുക്ക് അതിന്റെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് എന്തിലൊക്കെയാണ് ഇവിടെ സ്പെൻഡ് അയക്കുന്നുള്ളത് നമുക്ക് ഇവിടെ ഓരോ നോക്കാൻ പറ്റും. ഓക്കെ, അതർ ലയബിലിറ്റി എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. വിശദമായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു വെബ് പ്ലാറ്റ്ഫോം ആണിത്. അപ്പോൾ ഇത് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. അല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് കൂടുതലായിട്ട് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്താൽ മതി, റിസർച്ച് നടത്തിയാൽ മതി. ഓരോ ജസ്റ്റ് നെറ്റിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ സമയം കളയുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മുടെ ഫോക്കസ്. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെയാണ് ഒരു ആൾക്ക് തുടക്കക്കാരന് അറിഞ്ഞിരിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരന് ഒരു ഗൈഡ് ലൈൻ പോലെ, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ആദ്യം നോക്കി തുടങ്ങിക്കോ എന്ന് പറയാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, പിന്നെ നമ്മൾ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററി, റിസീവബിൾസ് എല്ലാം. ഇത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. കാരണം ഈ റിസീവബിൾസ് എന്ന് പറയുന്നത്, പേയബിൾസ് എന്നൊക്കെ പറയുന്നതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. പക്ഷെ എന്നാലും ഈ ഒരു പാറ്റേൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ ഈ പ്രീവിയസ് വർഷങ്ങളിലെ ഈ നമ്പേഴ്സ് പോകുന്ന നമ്മൾ നോക്കിയിരിക്കുക. ഇതിൽ എവിടെയെങ്കിലും ഒരു വേരിയേഷൻ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്താം. പക്ഷെ ഇനിഷ്യലി ജസ്റ്റ് ഈ നമ്പേഴ്സ് ഒക്കെ നോക്കി തുടങ്ങുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്പേഴ്സും നോക്കുക, ഈ പാറ്റേണിൽ നോക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണോ ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിക്കോളും. അങ്ങനെ ഇൻട്രസ്റ്റ് വരണം. നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിലൊരു താല്പര്യം വേണം, അല്ലെ? പൈസ ഉണ്ടാക്കുന്നതിലും മാത്രമല്ല താല്പര്യം വേണ്ട, അതിനെക്കുറിച്ച് പഠിക്കാനും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നല്ല ട്രേഡ് എടുക്കാനും കൂടുതൽ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള താല്പര്യം വേണം, അല്ലെ? അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ മാത്രം ഒരു താല്പര്യം മതിയെങ്കിൽ ഈസി ആയിട്ട് കടയിൽ പോയിട്ട് ഒരു 50 രൂപയുടെ ലോട്ടറി എടുക്കുക. കാരണം അത് നമ്മൾ വേറെ ഒന്നും പഠിക്കണ്ട, ഒന്നും അറിയണ്ട, കണ്ണടച്ച് പൈസ ഉണ്ടാക്കാൻ മാത്രം താല്പര്യം മതി. അപ്പൊ നമ്മൾ അങ്ങനെ പോയി ലോട്ടറി എടുക്കുകയാണ്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ നോക്കി തുടങ്ങും. ഒരു തുടക്കക്കാർക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്പറുകൾ മാത്രം ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പതിയെ വന്നോളും. അല്ല ആദ്യം തന്നെ എല്ലാ ടേംസും കൂടെ നമ്മൾ ഒറ്റയടിക്കങ്ങ് പഠിച്ച് നമ്മൾ നാളെ മുതൽ അങ്ങ് ട്രേഡ് തുടങ്ങാം എന്ന് വിചാരിക്കരുത്. അത് അത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പിന്നെ അത് എല്ലാവരുടെയും തലയിൽ അങ്ങനെ നിൽക്കണമെന്നുമില്ല. നിൽക്കുന്നവരുണ്ടാവും, പക്ഷെ നിൽക്കാത്തവരെയും നമ്മൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, നമ്പേഴ്സ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ കൂടുതൽ അതും കൊണ്ട് നിർത്തരുത്. അതാണ് ഞാൻ വേറൊരു കാര്യം. നമ്മൾ നമ്പേഴ്സ് മാത്രം നോക്കി അതിൽ കംഫർട്ടബിൾ ആയി അങ്ങനെ അങ്ങ് പോകരുത്. അതുകൊണ്ട് വലിയ ലോജിക്ക് കിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിനാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഓരോന്നിനെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോന്നും എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ഈ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇവിടെയാണെങ്കിലും ഈ ഡെറ്റർ ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ, ഈ പറയുന്ന ഡെറ്റർ ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, ഡേയ്സ് പേയബിൾ, ക്യാഷ് കൺവേർഷൻ സൈക്കിള്, വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ്. അപ്പൊ ഇതെല്ലാം ഓരോ കമ്പനിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ഓരോ സെക്ടറിനനുസരിച്ച് ഇതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് കൂടിയും കുറഞ്ഞൊക്കെ വരും. ഇൻവെന്ററി അല്ലെങ്കിൽ ഡെറ്റർ ഡേയ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ്, ഇതെല്ലാം ഓരോ കമ്പനി അനുസരിച്ചും കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ പഠിച്ച് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ചില കമ്പനിക്ക് നോക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് വളരെ കുറവായിരിക്കും, എന്നാലും കമ്പനി നല്ല പെർഫോമൻസിലായിരിക്കും. അത് വലിയ കുഴപ്പമുണ്ടാവില്ല. ചില കമ്പനികൾ നോക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ശരിക്കും കുറവായിരിക്കും. അത് തന്നെയായിരിക്കും അവരുടെ ആ ഒരു തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് താഴാനുള്ള ഒരു കാരണം. പല കാരണങ്ങളിൽ ഒരു കാരണം
വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെറ്റർ ഡേയ്സ് കൂടുന്നതായിരിക്കും, ഇൻവെന്ററി ഡേയ്സ് കുറയുന്നതായിരിക്കും. അല്ല, ഇതൊക്കെ ഓരോ കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ തുടക്കത്തിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞാലേ മുമ്പ് പറഞ്ഞാല് ജസ്റ്റ് നമ്പേഴ്സ് നോക്കി പോവുക. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോന്നിനെ കുറിച്ച് പഠിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാൻ നോക്കാതെ ഓരോ ദിവസമായിട്ട് പതിയെ പതിയെ പഠിക്കാൻ നോക്കിയാൽ മതി. അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെയും പഠിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താല് നമ്മൾ പതിയെ നമ്മുടെ ലേണിംഗ് കർവ് നന്നായി കൂടി വരും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പതുക്കെ പതുക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.